സങ്കടമായിപ്പോയി അത് കണ്ടു കഴിഞ്ഞപ്പോൾ. പിന്നെ അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, കറിവേപ്പൊക്കെ ആണെങ്കിൽ വെട്ടി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ആണെങ്കിൽ പൊട്ടിക്കിളിച്ച് വരുന്നുണ്ട്. കറിവേപ്പിനാണെങ്കിൽ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യാറില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പച്ചക്കറി വേസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിൽ വരുന്ന പച്ചക്കറികളുടെയും അതുപോലെ ആ ഒരു വേസ്റ്റ് ഇങ്ങനെ വെച്ചിരുന്നിട്ട് അതിൽ വെള്ളം മിക്സ് ചെയ്ത് അങ്ങനെ ഒഴിക്കുകയാണ് പതിവ്. ഉണ്ടല്ലോ, ഇതെല്ലാം മുറിച്ച് വിട്ടെടുത്തോന്ന് പൊട്ടിക്കിളിച്ച് വന്നേക്കുന്നതാണ്. ചിലർ പറയും ഒടിച്ചെടുക്കണമെന്ന് പറയും. ഒടിച്ചെടുത്തിട്ടില്ലെങ്കിലും കത്രിക കൊണ്ട് മുറിച്ചെടുത്തേച്ചാലും മതി, ഒരു കുഴപ്പമില്ല കേട്ടോ. ചെറിയൊരു നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇഷ്ടംപോലെ കിട്ടുന്നതായിരിക്കും. അതുപോലെ ഇതുണ്ടോ, ഇത് വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു, ഇതിൻ്റെ പേരെന്നെ പെയിൻറ്റ് പാട്ടയ്ക്കാന്നാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഇതുണ്ട്, ഇതിൽ നിന്ന് പൊട്ടിക്കിളിച്ച് വന്നു കഴിഞ്ഞാൽ തൈകളാണ്. കാണിച്ചു തരാം. വേണ്ട, കണ്ടോ, ഇതുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ ഇത് കണ്ടോ, വെട്ടി വിട്ടതാണേ, അവിടെ നിന്ന് പൊട്ടിക്കിളിച്ച് വരുന്നതാണ്. അതുപോലെ ഇതും അതുപോലെ തന്നെ പൊട്ടിക്കിളിച്ച് വരുന്നതാണ് കണ്ടോ. നമ്മളാണെങ്കിൽ ഇത് വെട്ടി വിട്ടാലേ അത് വളരത്തുള്ളൂ. ഇതുണ്ട്, ഇത് കണ്ടോ, ഇതെല്ലാം അതുപോലെ തന്നെ. ഇതുണ്ടോ, ഇതൊക്കെയാണെങ്കിൽ വെട്ടി വിട്ടതുണ്ടെങ്കിൽ പിന്നെ പൊട്ടിക്കിളിച്ച് വരും. അതങ്ങനെ. അപ്പോൾ എപ്പോഴും നമ്മളാണെങ്കിൽ പച്ചക്കറികളൊക്കെ ആണെങ്കിൽ ഇതുണ്ട്, ഇവിടെ 2 കറിവേപ്പാണെങ്കിൽ പൊട്ടിക്കിളിച്ച് വരും. ഞാനാണെങ്കിൽ എപ്പോഴാണെങ്കിൽ ഈ പച്ചക്കറിയുടെ വേസ്റ്റ് ആണെങ്കിൽ ഇടുന്ന സമയത്ത് ഈ ഒരു സ്ഥലത്തെ കുറച്ച് മണ്ണ് അതങ്ങ് മാറ്റും, പഴയ മണ്ണുകൾ അത് മാറ്റിയിട്ട് അവിടെയാണ് ഇങ്ങനെ ആ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. പിന്നെ പച്ചക്കറിയുടെ ആ വേസ്റ്റുകൾ വരത്തില്ലേ, അതും കുറച്ച് മിക്സ് ചെയ്തിട്ട്, വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് മാത്രമേ ഇത് ഒഴിക്കാവൂ കേട്ടോ. പിന്നെ ഒരിക്കലും നമ്മൾ ഈ ഒരു മൂടിൻ്റെ ആ ഒരു അവിടോട്ട് ഒഴിച്ചു കൊടുക്കരുത്. അവിടോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അഴുക്കായി പോവും, വാടിപ്പോവും. വേണ്ട ചേച്ചാ, ഇത് വന്നേക്കുന്നു 2 എണ്ണം ഉണ്ട്, കണ്ടായിരുന്നു അത് കറിവേപ്പ് ഇതുണ്ടോ പൊട്ടിക്കിളിച്ചു. അപ്പം ഇത് തയ്യാണോ അല്ലേ? വേണ്ടേ 2 എണ്ണം. അതെ അതെ. പക്ഷെ അതിനകത്തിലെ മണ്ണ് കൊള്ളില്ല, എന്തോ അല്ലേ. ഈ ചീരയൊക്കെ ഒടിക്കുന്നതിൻ്റെ നേരത്തെ ഞാനതെല്ലാം ഒടിച്ചെടുത്തതാണ്. ഇത് കേട്ടോ, ഇതെല്ലാം വീണ്ടും പൊട്ടിക്കിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചീര നമ്മൾ മുറിച്ചെടുത്തൊന്ന് വീണ്ടും നമുക്ക്, ഞാൻ പറഞ്ഞിട്ടില്ലേ, വീണ്ടും നമുക്ക് ഇതാക്കാം. ഇത് കണ്ടോ, നമ്മൾ ഇവിടെ നിന്നാണത് മുറിച്ചെടുത്തത്, വീണ്ടും കണ്ടോ ഇവിടുന്ന് പൊട്ടിക്കിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചീര നമ്മൾ മുറിച്ച്, അപ്പം നമ്മളെപ്പോഴും ചീരയൊക്കെ മുറിക്കുന്ന സമയത്ത് ഇതിപ്പം നമ്മൾ മണ്ണൊന്നും അധികം ഒന്നും ഇല്ല, എന്നിട്ട് പോലും ഇത്രയും വരുന്നുണ്ടെങ്കിൽ, നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് മണ്ണ് ആവശ്യത്തിനുള്ളവരൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചീര ഇങ്ങനെ പിഴുതെടുക്കാതെ അത്യാവശ്യം വരുമ്പോൾ ഒന്ന് മുറിച്ചെടുത്ത് അധികം ഇച്ചിരി തണ്ടിങ്ങനെ വെച്ചിട്ടേ എടുക്കുവാണെങ്കിൽ വീണ്ടും അത് പൊട്ടിക്കിളിച്ച് വരുന്നതായിരിക്കും. ഇതിൻ്റെ ഇത് കണ്ടോ, ഇതൊക്കെ പൊട്ടിക്കിളിച്ചു. നമുക്കിനിയും ഇത് ചെയ്യാം. ഇതുണ്ട്, ചെറിയ ഒരു ഇതായിട്ട് പോലും അതിനകത്തൊന്നും പൊട്ടിക്കിളിക്കുന്നുണ്ട്. എന്താ ചേച്ചാ, ഇതുണ്ടോ, അവിടെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ. അപ്പം നമുക്ക് ഇത് പക്ഷേ ആണെങ്കിൽ ഇതിൽ കണ്ടോ പൂ വന്നു, കുഴപ്പമില്ല. എന്നാലും ഞാൻ ഈ ഇല കളയത്തില്ല, എല്ലാം നല്ലതായിട്ട് കഴുകിയെടുക്കും. ലെറ്റൂസ് വെച്ചിട്ട് ഒരു തോരൻ റെഡിയാക്കിയായിരുന്നു അല്ലേ ജിജ നേരത്തെ നമ്മൾ. എൻ്റെ അതെ അടുത്തൊരു തോരനായിട്ടുണ്ട്. പനിക്കുറുക്കയാണെങ്കിലും ഇവിടെ ഏറ്റവും കൂടുതലുള്ള പനിക്കുറുക്ക അല്ലേ. പനിക്കുറുക്കകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതുണ്ട്, ഈ തക്കാളി നല്ല രീതിയിൽ വന്നതാണ്. തക്കാളിക്കൊക്കെ ആണെങ്കിൽ നല്ലതായിട്ട് ഉണ്ടായതാണ്. ഇതുണ്ട്, കുറേ തക്കാളിക്കൊക്കെ ഉണ്ട്. പക്ഷേ എന്ത് പറ്റിയെന്നറിയത്തില്ല, ഈ ഇലകളെല്ലാം ഉണങ്ങിപ്പോയെന്നേ. തണ്ട് പക്ഷെ പച്ചയായിട്ടിരിപ്പുണ്ട്, ഇല മാത്രമായിട്ട് അങ്ങനെ ഉണങ്ങിപ്പോകാൻ എന്താ കാരണം? ഒരു പിടിയും കിട്ടുന്നില്ല. ചൂടുവെള്ളം എല്ലാം ഒഴിച്ച പോലായിപ്പോയി. ഇതുണ്ടോ, അങ്ങനെ ഉണങ്ങിപ്പോയി. കണ്ടോ. പക്ഷേ ഇവിടെ
ഇതുണ്ട്. ഇതിൽ ഓൾറെഡി വേറെയും തക്കാളി ഇത് പുതിയതായിട്ടുണ്ടായതാണ്. ഇതുണ്ട്, കണ്ടോ മൊട്ടൊക്കെ വരുന്നുണ്ട്. തക്കാളി ഒരു 3 തക്കാളി പഴുത്ത് നിൽപ്പുണ്ട്. ബാക്കിയൊക്കെ ഇതുണ്ട്. ഈ ഒരു ഇതിൽ തന്നെ നോക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ആണെങ്കിൽ തക്കാളിയൊക്കെ ഉണ്ട്. ഇവിടെയാണെങ്കിലും ഉണ്ട്. അതിലും രണ്ടെണ്ണം ഉണ്ട്. അതെ, ഇതിലും ഉണ്ട്. അങ്ങനെ കുറച്ചുണ്ട്. ഇതാണെങ്കിൽ പുതിയ തയ്യാ കേട്ടോ. അതിനെന്നാ പറ്റുന്ന ഒരു പിടിയും കിട്ടുന്നില്ല. അത് കാരണം കൊണ്ടാകെ സങ്കടമായിപ്പോയി അത് കണ്ടു കഴിഞ്ഞപ്പോൾ. ഇവിടെ വേറെ ഉണ്ട്, കിളിച്ച് വരുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ കാണുമ്പോൾ ഒരു സങ്കടം.